വർഷത്തിൽ കേരളം ഉറ്റുനോക്കുന്നത് വയനാട് പുനരധിവാസത്തിലേക്ക്. നീണ്ടുപോവുകയാണ് പുനരധിവാസം എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പല ഭാഗത്തു നിന്ന് സജീവമാകുമ്പോൾ പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ, വീടുകളുടെ നിർമ്മാണം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും. ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിശദമായിട്ടുള്ള ചർച്ച നടക്കും. വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. വീട് നൽകാമെന്നേറ്റവരുമായി ബന്ധപ്പെട്ട് അത് കർണാടക മുതൽ ഇങ്ങ് വരെ സ്പോൺസർമാരുമായി അടക്കം ചർച്ചകൾ നടത്തുന്നു. അപ്പോഴും സർക്കാരിന്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടുകൂടിയാണ് സർക്കാർ ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. ആരായിരിക്കണം ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം, ഇത് ആരേറ്റെടുക്കണം എന്നത് എല്ലാ അടക്കമുള്ള ഒരു രൂപരേഖ സർക്കാരിലുണ്ട്. ഇത് സ്പോൺസർമാർ അംഗീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ ഒരു പദ്ധതിക്കുള്ള തടസ്സങ്ങൾ മാറും. ആ തരത്തിലാണോ കരുതേണ്ടത്? ഏതെല്ലാം തലത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്? എപ്പോഴായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള അന്തിമ തീരുമാനം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുക? സവർണ ഏറ്റവും നിർണായകമായ മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. വയനാട് പുനരധിവാസം തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. കഴിഞ്ഞ ആഴ്ച ചേരേണ്ട മന്ത്രിസഭാ യോഗമാണ് എം പി വാസുദേവൻ നായരുടെ നിര്യാണത്തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ചീഫ് സെക്രട്ടറി ശാരദാമുരളീധരൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട്, കരട് പദ്ധതിയുണ്ട്. അതിന്മേലാണ് ഇന്ന് ചർച്ച നടക്കുക. അതിനുശേഷം പദ്ധതിക്ക് അന്തിമ അനുമതി സർക്കാർ നൽകും, മന്ത്രിസഭാ യോഗം അനുമതി നൽകും. ആ യോഗമാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം 3:00 ഈ പദ്ധതി വിശദീകരിക്കുകയും ചെയ്യും. അതിനു മുമ്പ് 12 മണിയോടുകൂടി മുഖ്യമന്ത്രി ഇതിന്റെ പ്രധാനപ്പെട്ട സ്പോൺസർമാരെ കാണുന്നുണ്ട്. വീട് നിർമ്മിച്ച് നൽകാമെന്നേറ്റ് സ്പോൺസർമാരെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവരോടും ഇക്കാര്യം വിശദീകരിക്കും. ഏതായാലും വയനാട് വിവരങ്ങളിലേക്ക് വരാം. പ്രത്യേക മന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുന്നു. വയനാട് പുനരധിവാസം വൈകുന്നു എന്നുള്ള വിമർശനം വ്യാപകമായി ഉയരുന്നതിനിടെ കൂടിയാണ് ഈ സഹായ വാഗ്ദാനം നൽകിയവരുമായിട്ടുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിന്റെ പ്രതിനിധികൾ, രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അരുൺ, ഇതിൽ വലിയ പ്രതീക്ഷയുണ്ട് ഈ യോഗവുമായി ബന്ധപ്പെട്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കളടക്കം പരസ്യ പ്രതികരണം നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അതായത് ഐക്യകണ്ഠമായിട്ട് ഈ വിഷയത്തിനകത്തൊരു ഒരു തീരുമാനത്തിലേക്കും രൂപരേഖയിലേക്കും കടക്കാമെന്ന് എല്ലാ പാർട്ടിയിലുള്ള നേതാക്കന്മാരും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തുടരാം. അവർമ്മ, ഇപ്പോൾ മന്ത്രിസഭാ യോഗമാണ് ആരംഭിച്ചത്. 10 മണിക്ക് മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന്റെ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ വരേണ്ടത്. ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ ഒരു കരട് പദ്ധതിയുണ്ട്. അത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് അംഗീകാരം നൽകും. അതിനുശേഷം 12 മണിക്കാണ് മുഖ്യമന്ത്രി സ്പോൺസർമാരെ, അതായത് ഈ വയനാട് പുനരധിവാസത്തിന് സഹായവുമായി വന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സാമൂഹിക സംഘടനകളും വ്യക്തികളും കർണാടക സർക്കാർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുള്ള സഹായം വാഗ്ദാനം ചെയ്തതിനുമായി ചർച്ച നടത്തുക. എന്താണ് സർക്കാരിന്റെ പദ്ധതി, എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ടൗൺഷിപ്പ് ലോകത്തിന് തന്നെ മാതൃകയാകും, രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം, അവകാശവാദം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടേത്. എങ്ങനെയാണ് ആ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറയും. എങ്ങനെ സ്പോൺസർമാരെ സഹകരിപ്പിക്കാം, അതിനും സർക്കാരിന്റെ മക്കൾ കൃത്യമായ പദ്ധതിയുണ്ട്. അത് സ്പോൺസർമാരോട് ചർച്ച ചെയ്യും. അവരുടെ സമ്മതം കൂടി വാങ്ങി പദ്ധതിയുമായി വളരെ വേഗം മുന്നോട്ട് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വിധി വളരെ സർക്കാരിന്റെ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഭൂമി ഏറ്റെടുക്കലിനുള്ള അനുമതി 2 പ്ലാന്റേഷനുകളിലെ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കും. ഏതായാലും ഇന്നത്തെ ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. വൈകിട്ട് 3:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് എന്താണ് വയനാട് പുനരധിവാസ പദ്ധതി, സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യം വിശദീകരിക്കും. അരുൺ, ഈ പുനരധിവാസ പദ്ധതിയുടെ ആദ്യ നടപടികളൊക്കെ യോഗത്തിൽ തീരുമാനിക്കുമ്പോൾ പ്രധാനമായിട്ടും ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഊരാളുങ്കലിന്, അതോടൊപ്പം തന്നെ മേൽനോട്ടം കിഫ്കോണിനും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇതുമായിട്ട് സ്പോൺസർമാർ യോജിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമവായം കൂടി ഇതിനകത്ത് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും സ്പോൺസർമാർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകും, അവരുടേതായ ആശയങ്ങൾ ഉണ്ടാകും. പക്ഷേ സർക്കാരാണ് ഇത് നടപ്പാക്കുന്നത്. സർക്കാർ തന്നെ കൃത്യമായ ഏകീകൃതമായ ഒരു സംവിധാനം ഏർപ്പെടുത്തി വീടുകൾക്കെല്ലാം സമാനമായ ഘടനയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ഒരേ അളവിലുള്ള വീടുകൾ, ഒരേ സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ, ഒരു നിറമൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് സ്പോൺസർമാരോട് സർക്കാർ വിശദീകരിക്കും. അവരുടെ നിന്ന് സ്വീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ്
സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം സർക്കാർ മുൻകൈ തന്നെ അത് നടത്തും. വീടുകൾ വെച്ച് നൽകാൻ പറഞ്ഞവരുടെ അവരുടെ കാര്യങ്ങൾ ചോദിക്കും, ചിലർ പണമായി നൽകാൻ വാഗ്ദാനം നൽകിയവരുണ്ട്, അവരുടെ കാര്യങ്ങൾ അത്തരത്തിൽ സംസാരിക്കും. ഭൂമി വിട്ടു നൽകിയവരുണ്ട്, പക്ഷെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അത് കഴിയില്ല. കാരണം രണ്ട് പ്രദേശത്താണ്, ഒരു കാരണവശാലും ഭാവിയിൽ അപകടം ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള ഭൂമിയാണ് സർക്കാർ ഇപ്പോൾ രണ്ട് പ്ലാന്റേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ച് അപകടം രഹിത മേഖലയായി ഉറപ്പു നൽകിയ പ്രദേശമാണ് സർക്കാർ ഇപ്പോൾ ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമി ആ രീതിയിൽ സർക്കാർ സഹായം സ്വീകരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ വിവിധ ഘടകങ്ങൾ ആലോചിച്ച് ഈ സ്പോൺസർമാരുടെ അഭിപ്രായങ്ങളോട് തേടി തന്നെയാകും സർക്കാർ മുന്നോട്ട് പോകുന്നത്. അരുണ, വയനാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ BJP-ക്കെതിരെ ശക്തമായിട്ടുള്ള ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് LDF-നും കഴിഞ്ഞിരുന്നു, അത് UDF-നും കഴിഞ്ഞിരുന്നു. ഇനി പന്ത് LDF-ന്റെ കോർട്ടിൽ നിൽക്കുന്ന സാഹചര്യം, ഇനി ഈ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമായി മാറുന്നു, പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട്? തീർച്ചയായിട്ടും വയനാട് പുനരധിവാസത്തിന്റെ ഓരോ ചലനങ്ങളും കേരളം ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അതൊരു വീഴ്ച വരുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല. സർക്കാരും അതൊരു അഭിമാന പദ്ധതിയായി തന്നെ കൊണ്ടുപോകും. കാരണം ഇത്രയധികം ജനങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ജീവൻ നഷ്ടമായ, അവരുടെ വേണ്ടപ്പെട്ടത് നഷ്ടമായ, എല്ലാം ജീവിത സമ്പാദ്യം നഷ്ടമായ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതിജീവിക്കാൻ അവർക്കൊപ്പം കേരളം ഒരു തരത്തിൽ കാണാത്ത തരത്തിലുള്ള ഐക്യത്തോടു കൂടി കാണുന്നത്. അവിടെ പെരുമഴ തന്നെ ഉണ്ടായി. അതുകൊണ്ട് ആ സഹായങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ഭൂമിയായിരുന്നു, അതിന്റെ തടസ്സം മാറി വരുന്നു. ഇനി ആ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് സർക്കാർ വൈകാതെ കടക്കും. ഇത്രയും വേഗം മുഖ്യമന്ത്രിയുടെ അവകാശവാദം പോലെ രാജ്യത്തിന് മാതൃകയാകുന്ന, ലോകത്തിന് മാതൃകയാകുന്ന ടൗൺഷിപ്പ് അവിടെ ലഭിക്കുക സർക്കാർ വലിയ വെല്ലുവിളിയാണ്. അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടും. അത് രാഷ്ട്രീയ കേരളം മാത്രമല്ല, സാധാരണ ജനങ്ങൾ കൂടി അത് ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തടസ്സങ്ങളൊക്കെ മറികടക്കാൻ പ്രതിപക്ഷത്തിൽ ഉൾപ്പെടെയുള്ള സഹകരണ നേരത്തെ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ ജാഗ്രത സർക്കാർ കാട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സർക്കാരിനുള്ള നിർണായകമാണ്. അവർ ചോദിച്ചതുപോലെ വളരെ നിർണായകമാണ് സമയബന്ധിതമായി മാതൃകാപരമായി ഈ വയനാട് പുനരധിവാസം പൂർത്തിയാക്കുക എന്നുള്ളത്. റൈറ്റ്. വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് അന്തിമ രൂപരേഖയാകുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാനിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. വീടുകളുടെ ഡിസൈൻ കിഫ്ബിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാരെയാണ് നിർമ്മാണം ഏൽപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യത്തിലും ഇന്ന് രൂപരേഖയാകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.